ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പുതിയ യുഗത്തിലേക്ക് നയിച്ച നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ, പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർ സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, റിസർവ് ബാങ്ക് ഗവർണർ, ധനകാര്യമന്ത്രി എന്നിങ്ങനെ നിരവധി സുപ്രധാന ചുമതലകൾ കൈകാര്യം ചെയ്താണ് പ്രധാനമന്ത്രി പദവി വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് വളർന്നത്. അവിഭക്ത ഭാരതം ഇന്ത്യയും പാകിസ്ഥാനുമായ 1947 പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹ് ഗ്രാമത്തിൽ നിന്ന് അമൃത്സറിലേക്ക് കുടുംബത്തോടൊപ്പം കുടിയേറുമ്പോൾ 15 മൻമോഹൻ സിംഗിന്റെ പ്രായം. പഠിക്കാൻ മിടുക്കനായിരുന്നു ആ കൗമാരക്കാരൻ. പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ BA-യും MA-യും നേടി. ഉപരിപഠനത്തിനായി ബ്രിട്ടനിലെ കേംബ്രിഡ്ജിലേക്ക് പറന്നു. 1957 തിരിച്ചെത്തിയ മൻമോഹൻ സിംഗ് പഞ്ചാബ് സർവകലാശാലയിൽ ലെക്ചറായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. അത് പിന്നെ റിസർവ് ബാങ്ക് ഗവർണറിലേക്കും ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷ പദവിയിലേക്കും വളർന്നു. കൃത്യനിർവഹണത്തിലെ മികവ് 1991 രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി എന്ന ഭാരിച്ച ഉത്തരവാദിത്വത്തിലേക്കും കൈപിടിച്ചു. പാർലമെന്റിനെ സാക്ഷിയാക്കി അന്ന് മൻമോഹൻ സിംഗ് മലർക്കെ തുറന്ന മാറ്റത്തിന്റെ വാതിൽ കടന്ന് ആധുനിക ഇന്ത്യൻ ചരിത്രം രണ്ടായി നടന്നു. 1991 മുൻപെന്നും ശേഷമെന്നും. The proposals with regard to changes in excise duties outlined above are likely to yield additional revenue of rupees 2,515.70 crore. UPA സഖ്യം അപ്രതീക്ഷിതമായി അധികാരത്തിലേറിയ 2004 കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തനിക്ക് പകരം അധികാരത്തിന്റെ തലപ്പാവ് വെച്ച് നൽകിയപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ 13ാം പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ്. സംഭവ ബഹുലമായ പതിറ്റാണ്ടുകാലം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, വിദ്യാഭ്യാസ അവകാശ നിയമം, അങ്ങനെ ഉൾക്കൊള്ളലിന്റെ ഭരണമികവിൽ ജനപിന്തുണ വർദ്ധിപ്പിച്ചാണ് 2009 രണ്ടാമതും പ്രധാനമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാം ഊഴത്തിൽ പക്ഷേ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നു വന്ന വമ്പൻ അഴിമതി ആരോപണങ്ങൾ മൻമോഹൻ സർക്കാരിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും വേരറുത്തത് രാഷ്ട്രീയ ജീവിതത്തിലെ തിരിച്ചടിയായി. And as Vice President of the party, I hold myself responsible for what is happening. ചരിത്രം എന്നോട് കരുണ കാണിക്കും. 2014 പ്രധാനമന്ത്രി പദവിയിൽ നിന്നും പടിയിറങ്ങുന്നതിന്റെ അവസാന വാർത്താസമ്മേളനം പറഞ്ഞവസാനിപ്പിച്ചത് അങ്ങനെയായിരുന്നു. Blending tradition with modernity and unity with diversity, this nation of ours can show the way forward to the world. നോട്ട് നിരോധനം ഭീതി പടർത്തിയ അർദ്ധരാത്രിയിൽ, സെഞ്ചുറി കടന്ന എണ്ണവിലയുടെ പുലർവേളയിൽ, ലോക്ക്ഡൌൺ കാലത്തെ കൂട്ടപ്പലായനങ്ങളുടെ ദൈന്യതയുടെ പകൽ വെളിച്ചത്തിൽ, ഗംഗയിലും യമുനയിലും മൃതദേഹങ്ങൾ ഒഴുകിപ്പരന്ന മണിക്കൂറുകളിൽ വന്ധ്യവയോധികനായ മുൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി രാജ്യം പിന്നെയും ഒരുപാട് തവണ കാതോർത്തു. ആ വലിയ അധ്യായം ഇനി ചരിത്ര പുസ്തകത്തിന്റെ ഭാഗമാണ്. അറിവെന്ന കരുത്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയാധികാരത്തിന്റെ പരമോന്നത പദവി വരെ വളർന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്. കാലം എത്ര മറഞ്ഞാലും മായാതെ കനിവോടെ ആ നാമം ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലുണ്ടാകും. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.